ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഹരിപ്പാട് അമ്പലത്തിൽ പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ദീപാരാധന കണ്ടു തൊഴാനുള്ളൊരു ആഗ്രഹത്തിലാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ഹൈവേയുടെ പണിയൊക്കെ ദേ ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം എന്തൊക്കെയോ ഇങ്ങനെയൊക്കെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വളവൊക്കെ വളയണം എന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററൊക്കെ പോയിട്ട് വേണം നമ്മളൊരു വളവൊക്കെ വളയാനായിട്ട്. അതൊക്കെയാണ് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരു സന്ധ്യയായി. ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് ഹരിപ്പാടിലേക്ക് പോകാനായിട്ട് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ദീപാരാധന ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ നല്ല ഒരു ഫേമസ് അമ്പലമായതുകൊണ്ട് തന്നെ എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു അമ്പലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ട് നമ്മൾ വന്നപ്പോഴത്തേക്കും നട അടച്ചിട്ടിരിക്കുകയാണ്. അവിടുത്തെ എന്തോ പൂജയൊക്കെ അകത്ത് നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് വിചാരിച്ചു വലം വെച്ചിട്ട് വരാമെന്ന് എഴുതി. അങ്ങനെ നമ്മൾ ചുറ്റും വലം വെച്ചിട്ടൊക്കെ ചുറ്റും വലം വെച്ച് തൊഴുതു വന്നപ്പോഴത്തേക്കും നമ്മുടെ അവിടുത്തെ നടയിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അകത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് മെയിനായിട്ടുള്ള നട നമുക്ക് തുറക്കുന്നത്. ആ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. ആ ഒരു സ്പോട്ടിൽ നമ്മൾ കാണുന്നത് നല്ല വലിപ്പമുള്ള വിഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞ് കണ്ട് തൊഴുത്ത് ചന്ദനമൊക്കെ വാങ്ങിച്ചു. പിന്നെ അതുപോലെ അവിടെ എല്ലാ ദിവസവും അത്താഴ കഞ്ഞി കൊടുക്കുന്നുണ്ട്. അവിടുത്തെ കഞ്ഞിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞി വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ചെന്ന ദിവസം പയറും കഞ്ഞിയും അച്ചാറും പിന്നെ അതുപോലെ തന്നെ പഞ്ചാമൃതവും ഉണ്ടായിരുന്നു കേട്ടോ. അരവണ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഞ്ഞിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ചു. ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ അവിടെ ആ ഒരു കഞ്ഞി കുടിക്കാനായിട്ട് ഉള്ളത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ദേണ്ട ഈ പാത്രം എല്ലാം കഴുകി വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വരുന്നത് ഈ ഒരു അമ്പലത്തിൽ വരുന്നതേ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി തരുന്നൊരു കാര്യമാണ്. മനസ്സിനൊക്കെ കുറച്ചൊക്കെ ഒരു വിഷമങ്ങളൊക്കെ മാറി കുറച്ചൊന്ന് മൈൻഡ് കാമാൻ കൂളാക്കാനായിട്ട് അമ്പലങ്ങളുടെ അറ്റ്മോസ്ഫിയർ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് അവിടെ ഹരിപ്പാട് അരുൺ ഐസ്ക്രീമിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ കയറിയായിരുന്നു. ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഐസ്ക്രീംസിൻ്റെ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ഓച്ചറയിൽ കയറി അവിടുന്ന് പൊരിയും പിന്നെ കുറച്ച് പൊട്ട് ചാന്ത് കൺമശി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ. ടാറ്റാ.